ചില തിന്മകൾ ചെയ്താൽ. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില പാപങ്ങൾ ചെയ്താൽ, ഇങ്ങോട്ട് നോക്ക്, ചില പാപങ്ങൾ ചെയ്താൽ അവരുടെ ശിക്ഷ മരണത്തിന് ശേഷം മാത്രമല്ല. നമ്മളെ ചിന്തിക്കാൻ, പടച്ചവനെ നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് പിടിച്ചില്ലെങ്കിൽ, ഇതൊക്കെ പടച്ചവൻ മരണത്തിന് ശേഷമല്ലേ? നമ്മൾ ചില തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ ശിക്ഷ മരണത്തിന് ശേഷമല്ല, ഒക്കെ മരിച്ചതിന് ശേഷമല്ലേടാ, മരണത്തിന് ശേഷമല്ല. അപ്പൊ നമ്മൾ നേരിട്ടോളാം. അങ്ങനല്ല. ചില തെറ്റുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി ഒന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചില തെറ്റുകൾ ചെയ്താൽ മരണത്തിന് ശേഷം ശിക്ഷയില്ല എന്നല്ല, മരണത്തിന് ശേഷം ശിക്ഷ വേറെ. ഇവിടെ വെച്ച് തന്നെ തുടങ്ങും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹു ചില ശിക്ഷകൾ കൊടുക്കുന്ന തിന്മകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിന് ഏറ്റവും വലിയ തെളിവാണ് അഹങ്കാരത്തോടുകൂടി നടന്നുപോയവനാ ഭൂമി വിഴുങ്ങിക്കളഞ്ഞത്. മൂസാ നബി കാറൂന്റെ അടുത്ത് പറഞ്ഞടാ, അഹങ്കരിക്കല്ല്, ഇത് അല്ല തന്നതാ. ഓടാ മൂസ, ഇത് ഞാൻ ഉണ്ടാക്കിയതാടാ, ഞാൻ കഷ്ടപ്പെട്ടതാ, എന്റെ സമ്പാദ്യമാ, ഞാൻ കൊടുക്കൂല. ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളാന്റെ വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ചില പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ ആ തെറ്റുകൾ ഏതാണെന്ന് പഠിക്കണം. ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പാപങ്ങൾ, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന ചില പാപങ്ങളുണ്ട്. അതേതാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ചരിത്രം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ചരിത്രം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്നൊരു വലിയ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, അന്നബിയദാ ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖാല റജുലാനി ഫീ ബനി ഇസ്രായീൽ മുതാഖിയൈനി ഫകാന അഹദുഹുമാ യുൻദിബു വൽ ആഖിറു മുജ്തഹിദുൻ ഫീ ഇബാദതി فقال لا يزال المجتهد يرى الآخرة. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവനും മറ്റേ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനുമാണ്. രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാൾ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവൻ, ഒരാൾ അല്ലാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് റബ്ബിനെ ഭയന്നു ജീവിക്കുന്നവൻ. ഇങ്ങനെയുള്ള രണ്ട് മനുഷ്യരുടെ ചരിത്രമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, ഒരു ദിവസം ആ മനുഷ്യൻ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്ത് കണ്ടപ്പോൾ മറ്റാളോട് പറഞ്ഞു, നീ ഇത് അവസാനിപ്പിക്കണം, ഈ പാപം നീ ചെയ്യാൻ പാടില്ല, ധിക്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കാൻ പാടില്ല. പടച്ചവരെ, തന്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ അവിടെ നിന്ന് ഉപദേശിക്കുമായിരുന്നു. പക്ഷേ കൂട്ടുകാരൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എത്ര പറഞ്ഞാലും അവിടെ നിന്ന് നന്നാകാറില്ല. പടച്ചവൻ അവസാനം അല്ലാഹുവേ, കാണുമ്പോഴൊക്കെ പാപങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ ഉപദേശിക്കുകയാണ്, നന്നാകുന്നില്ല. അവസാനം ഒരിക്കലിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്, നീ അല്ലാഹുവിനെ മറക്കല്ലേ.
മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടല്ലോ. അള്ളാഹുവിനോട് സർവ്വദിനം കണക്ക് പറയണമല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാ, ആ മനുഷ്യൻ പറയുന്നു, എടാ നിന്നെ അള്ളാഹു എന്നെ നന്നാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതുപോലെയാണല്ലോ. എപ്പോ നോക്കിയാലും ഉപദേശമാണല്ലോ, എപ്പോ നോക്കിയാലും ഉപദേശമാണല്ലോ. നിനക്ക് വേറെ ഒരു പണിയുമില്ല, എപ്പോ നോക്കിയാലും എന്നെ ഉപദേശിക്കാൻ നടക്കുകയാണല്ലോ. അവിടുന്ന് കളിയാക്കുകയാ, അവിടുന്ന് നാണം കെടുത്തുകയാ. പടച്ചവനെ, ആ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്ന് നടക്കുന്ന മനുഷ്യന് വല്ലാത്ത വേദനയുണ്ടായി. ആ മനുഷ്യൻ അവിടുന്ന് ആ വിഷമത്തില് അവിടുന്ന് പറഞ്ഞു, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, അവിടുന്ന് ഒരു വാക്കേ പറഞ്ഞുള്ളൂ. മുത്തുനബി പറഞ്ഞതാണ്, ഞാനും നിങ്ങളും പറയുന്ന വാക്കുകളാണ്. ഉപദേശിച്ചിട്ട് നന്നാകാതെ വരുമ്പോ, മക്കളെ പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോ ഒരിക്കലും നീ നന്നാകില്ലടാ എന്ന് പറഞ്ഞ് മക്കളെ ശപിക്കുന്ന മാതാപിതാക്കള്, മക്കളെ തള്ളിപ്പറയുന്ന മാതാപിതാക്കള്. ഈ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യന് ആ വൃത്തികെട്ടവനോട് പറയുകയാണ്, തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ, ഉപദേശിച്ചിട്ട് നന്നാകാതെ വന്നപ്പോ, ഉപദേശിച്ചപ്പോ കളിയാക്കിയതിന്റെ ദേശത്തിൽ അവിടെന്ന് പറഞ്ഞു, നീ ഒരിക്കലും നന്നാകൂല, അല്ലാഹു നിനക്ക് പുറത്തു തരൂല, അല്ലാഹു നിനക്ക് സ്വർഗം തരൂല. പടച്ചവനെ അവിടെന്ന് പറയുകയാണ്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് ഇവര് രണ്ടുപേരും കടന്നു വരികയാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യനുണ്ടല്ലോ, രണ്ടുപേരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. രണ്ട് കൂട്ടുകാരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ, ആ വൃത്തികെട്ടവനായ മനുഷ്യനുണ്ടല്ലോ, ആ തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവനോട് അല്ലാഹു പറയുകയാ, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. മോശമായ ജീവിതം നയിച്ചവനോട് പറയുന്നു, നീ എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ പൊക്കോ. എങ്കിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവനോട് അല്ലാഹു ചോദിക്കുകയാ, ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് നിനക്കാരാടാ അധികാരം തന്നത്? ഞാൻ പൊറുക്കത്തില്ലെന്ന് പറയാ നിനക്കാരാധികാരം തന്നത്? ഞാൻ സ്വർഗം കൊടുക്കില്ല എന്ന് പറയാ നിനക്കാരാധികാരം തന്നത്? അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയ് എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. നല്ലപോലെ ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. നീ കയറിപ്പോ സ്വർഗത്തി, നീ പോടാ നരകത്തി. എന്തേ അല്ല, എടാ ഞാൻ പൊറുക്കൂല എന്ന് പറയാൻ നിനക്ക് ആരധികാരം തന്നു? നിനക്കാരധികാരം തന്നത്? പച്ച കാഫർ എന്ന് വിളിക്കുമല്ലോ മുസ്ലിമീങ്ങളെ, വിളിക്കാൻ പാടുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, വിളിക്കാൻ പാടുണ്ടോ? ആർക്കാ? ഒരാളെയും കാഫർ കാഫർ വിളി, അവരൊറ്റ വിളിയാ. അങ്ങനെ ഇതാ കാഫർ, ഇങ്ങനെ ഇതാ കാഫർ. കാഫർ എന്ന് വിളിക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മൃഗത്തിന്റെ പേര് വിളിക്കാൻ പാടില്ല മനുഷ്യൻ. ഏത് മൃഗത്തിന്റെയാ? തഴവാസ്ഥാന്റെ ബൈത്തി കിടപ്പുണ്ട്. എങ്ങനെ? ഒരു മൃഗത്തിന്റെ പേര് വിളിക്കത്തില്ല നമ്മള്. സ്വന്തം മക്കളെ തന്നെ വിളിക്കും പന്നീന്ന്. സ്വന്തം മക്കളെ തന്നെ വിളിക്കാറില്ലേ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഞങ്ങള് വേറെ അവസ്ഥയെ വിളിക്കണേ, അതല്ല. നമ്മൾ പന്നീന്ന് വിളിക്കാറില്ല, വേറെ വാക്കാ വിളിക്കാം. അല്ലാഹു അഅലം.